പ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബനേസൽ ഗോസ്പൽ മിനിസ്ട്രിയുടെ നിത്യജീവ മൊഴികൾ എന്ന വചന സന്ദേശത്തിൽ ഒരു പ്രാവശ്യം കൂടി ദൈവവചനം സംസാരിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തെ ഓർത്തു നന്ദി പറയുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ എല്ലാവരെയും കർത്താവ് നമ്മളായിരുന്ന സ്ഥലങ്ങളിൽ പരിപാലിച്ചതോർത്ത് എത്ര കർത്താവിനെ സ്തുതിച്ചാലും മതി വരില്ല. സ്തോത്രം. നമ്മുടെ ഇരിപ്പിലും നമ്മുടെ നിൽപ്പിലും നമ്മുടെ നടപ്പിലും നമ്മുടെ അധ്വാനങ്ങളിലും നമ്മുടെ വിശ്രമങ്ങളിലും എല്ലാം കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പരിപാലിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ അതിശയമായി നമ്മൾക്ക് സാക്ഷി പറയാൻ കഴിയും. കാരണം ഇസ്രായേലിൻ്റെ പരിപാലകൻ അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അവൻ സദാസമയവും തൻ്റെ ജനത്തിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സന്തോഷകരമാണ്. ആയതിനാൽ നിങ്ങളെല്ലാവരും തങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സുഖവും സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു തിരുവചനം വായിക്കാം. 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പിന്നെ വാഴ്ത്തപ്പെടട്ടെ. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പശ്ചാത്തലമാണ് ഇത്. സ്തോത്രം. ശമൂവേലിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു, അല്ലെങ്കിൽ യഹോവ ഇടപെട്ടു. ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? ആമേൻ. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ദൈവം യഹോവ ശമൂവേലിനോട് സംസാരിച്ചത് ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തേക്ക് ജനങ്ങളുടെ നിർബന്ധപ്രകാരം ഞാൻ ഒരുവനെ ആക്കി വെച്ചു. അവനെ നീ തന്നെയാണ് അഭിഷേകം ചെയ്തത്. എന്നാൽ എൻ്റെ ഇഷ്ടപ്രകാരമല്ല, ജനത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ അവർ തിരഞ്ഞെടുത്ത് എൻ്റെ കയ്യിൽ തന്ന ഒരാളെ ജനത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ആക്കി വെച്ചു. എന്നാൽ ഇന്ന് ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്ന് ദൈവത്തിനും വിരോധമായി നിൽക്കുന്ന ഒരനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാൽ ദൈവം പറയുകയാണ്, ഞാൻ അവനെ ഈ സ്ഥാനത്തു നിന്ന് മാറ്റുകയാണ്. എന്നെ കേൾക്കുന്ന നല്ല ജനങ്ങളെ, പ്രൈസലോ, എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, ദൈവം ആരെയെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പൊസിഷനുകളിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാലത്തും നിങ്ങൾ ആ പൊസിഷനെ ഓർത്ത് അഹങ്കരിപ്പാൻ പാടില്ല. കാരണം സ്തോത്രം, വെച്ചതും നിർത്തിയതുമൊക്കെ ദൈവമാകയാൽ ആ ദൈവത്തിന് ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ ദൈവ ആത്മാവിന് വിരോധമായിട്ട് ആണ് നമ്മളുടെ സഞ്ചാരമെങ്കിൽ, നിശ്ചയമായും നീ എത്രത്തോളം ആ സ്ഥാനത്തിരിപ്പാൻ ആഗ്രഹിച്ചാലും, നീ എത്രത്തോളം വാശി പിടിച്ചാലും, ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നിന്നെ നീക്കുവാൻ ഒരു പദ്ധതി ഇട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദൈവം നിന്നെ ആ സ്ഥാനത്തു നിന്ന് നീക്കിക്കളയും. അപ്പം നമ്മൾക്ക് ലഭിച്ച പദവികളും നമ്മൾക്ക് ലഭിച്ച ആ സൗഭാഗ്യങ്ങളും എല്ലാം അത് ദൈവത്തിൻ്റെ ദയ കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള ഉറപ്പായുള്ള ഒരു അറിവ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അതല്ലാതെ നമ്മൾ ആക്കപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു അഹങ്കാരത്തോടെ ഒരു ധാർഷ്ട്യത്തോടെയാണ് നമ്മളുടെ മുൻപോട്ടുള്ള പോക്കെങ്കിൽ, ഉറപ്പായും നീ ആഗ്രഹിച്ച ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നിനക്ക് എത്തുവാൻ കഴിയത്തില്ല. ദൈവം അതിനു മുമ്പേ നിന്നെ ആ സ്ഥാനത്തു നിന്ന് നീക്കിക്കളയും. ഇവിടെ ദൈവത്തിനു വിരോധമായി, അല്ലെങ്കിൽ ദൈവജനത്തിനും വിരോധമായും സ്തോത്രം,
തൻ്റെ ഇഷ്ടപ്രകാരം ധാഷ്ട്യപ്രകാരം പലതും ചെയ്തു കൂട്ടിയ സ്വോത്ര ഹല്ലേലൂയ ശൗലിനോട് ദൈവത്തിന് കോപമുണ്ടായി. ആ കോപത്തിൻ്റെ പിന്നിൽ ദൈവം അവനെ ആ സ്ഥാനത്തു നിന്ന് നീക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ശമൂവേലിനോട് ദൈവം പറഞ്ഞത് ഞാൻ ശൗലിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. ശമൂവേലിനൊരു ദുഃഖമുണ്ട്. ഈ ജനത്തിന് നയിപ്പാൻ തക്കവണ്ണം എൻ്റെ കൈകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ എൻ്റെ കൈകൊണ്ട് ദൈവം ചെയ്യിച്ച ഒരു അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. ആ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്തു. ഞാൻ രാജസ്ഥാനിലാക്കി വെച്ചവൻ ഇതാ ദൈവത്തെ വിട്ടും ഞാൻ എൻ്റെ കയ്യിലൂടെ ആണെങ്കിൽ പോലും ചെയ്ത ശുശ്രൂഷയുടെ മഹത്വം അറിയാതെ, അല്ലെങ്കിൽ അവൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ മഹത്വം അറിയാതെ അവൻ തെറ്റി ഒഴിഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നല്ല ജനമേ, എനിക്കൊന്ന് പറയാനുള്ളത്, അഭിഷേകം പ്രാപിച്ച ദൈവജനത്തിന് ഏതു വഴിയിൽ സഞ്ചരിച്ചാലും ശരി ഒരു കടിഞ്ഞാണുണ്ട്. എല്ലാ വഴികളിലും ഒന്നും അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതലിന് സഞ്ചരിപ്പാൻ കഴിയത്തില്ല. അഭിഷേകം എന്ന് പറയുന്നത് പ്രവചനം മാത്രമോ, അല്ലെങ്കിൽ വെളിപ്പാട് മാത്രമോ, അല്ലെങ്കിൽ ദർശനം മാത്രമോ, ഇതിൻ്റെ ഏതെങ്കിലും ഒന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അഭിഷേകം എന്ന് പറഞ്ഞു നിൽക്കുന്ന ദൈവജനത്തിനോട് എനിക്ക് പറയാനുള്ളത്, നീ പ്രാപിച്ചിരിക്കുന്ന അത് വെളിപ്പാടാണെങ്കിലും അത് ദർശനമാണെങ്കിലും അത് യഥാർത്ഥ ആത്മാവാണോ എന്ന് നീ പരിശോധിച്ച് നീ യഥാർത്ഥ ആത്മാവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ നീ യഥാർത്ഥ ആത്മാവിന് വേണ്ടി, സത്യത്തിൻ്റെ ആത്മാവിന് വേണ്ടി, നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചുമൊക്കെ ബോധ്യം വരുത്തുന്ന ഒരു പരിശുദ്ധാത്മാവ് പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ദിനങ്ങളിൽ നീ കരയണമെന്ന് ദൈവാത്മാവിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരുവനും ദൈവത്തെ ദുഃഖിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തെ ഒരു കാരണവശാലും ഒരു ദിനത്തിലും തള്ളിക്കളയുവാൻ കഴിയത്തില്ല. കാരണം അവൻ നീതിയുടെ ആത്മാവാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. നീതിയുള്ള കാര്യമല്ലാതെ ഒന്നും നിനക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ച ദൈവജനങ്ങൾ അവരുടെ സഞ്ചാരങ്ങളും അവരുടെ സംസാരവും അവരുടെ പ്രവൃത്തികൾ എല്ലാം ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഏതെങ്കിലും നിലകളിൽ ആത്മാവിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയുന്ന, ആത്മാവിൽ നിന്ന് നിന്നെ അകത്തിക്കളയുന്ന ഏതെങ്കിലും ഒരു ശൈലി നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ദൈവജനമുണ്ടോ, അവൻ എന്നാളും നിലനിൽക്കാൻ തക്കവണ്ണം ഇവിടെ അവൻ്റെ ആയുസ്സിൻ്റെ അവസാനം വരെ, എന്നാളുമെന്ന് പറയുമ്പോൾ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ വരവ് വരെ ഒരു പക്ഷേ എല്ലാവർക്കും നിലനിൽക്കാൻ കഴിയത്തില്ല. കർത്താവ് ഇന്ന് വന്നാൽ ഒരു പക്ഷേ പോകും. ഇനി കാലങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ നീ മരണപ്പെട്ടു പോകും. അതുവരെ ഒന്നും നീ ജീവിച്ചിരിപ്പാൻ ഇടയായി തീരത്തില്ല. കാരണം ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ, ഒരുവൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് മരണമുണ്ട്. അത് ദൈവനിശ്ചയമാണ്. അതുകൊണ്ട് എക്കാലം എന്ന് പറയുമ്പോൾ നിന്റെ ആയുസ്സിൻ്റെ അവസാനം വരെയും സ്തോത്രം, നീ ആത്മാവിൻ്റെ ഫലത്തിനനുസരിച്ച് നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ആത്മാവ് പ്രാപിച്ച ദൈവജനങ്ങൾ ഉറപ്പായിട്ടും അവരുടെ ജീവിത ശൈലിയെ ദിനംതോറും പരിശോധിക്കണം. ഇവിടെ ദൈവം അഭിഷേകം ചെയ്ത്, ദൈവത്തിൻ്റെ വാക്കിനാൽ ശമൂവേൽ അഭിഷേകം ചെയ്ത് രാജസ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്ന ഒരുവന് അവിടെ ദൈവത്തിൻ്റെ അനുവാദത്തിലുള്ള നിലനിൽപ്പില്ല. അവനെ ദൈവം ഉപേക്ഷിച്ചു കഴിഞ്ഞു. അപ്പം ദൈവം ചിലരെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് ദൈവത്തിന് അവരോടുള്ള വൈരാഗ്യം കൊണ്ടല്ല, മറിച്ച് അവർ ദൈവത്തോട് കാണിക്കുന്ന അനിഷ്ടങ്ങളുടെ മറവിൽ ദൈവം അവരെ ഉപേക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി. എങ്കിലും ദൈവം ആ സ്ഥാനത്തെ അലങ്കരിപ്പാൻ തക്കവണ്ണം ചിലരെ തിരഞ്ഞെടുപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ദിനമായിട്ട് ഒരു പക്ഷേ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്. ഇന്നലകളിൽ നീ ആഗ്രഹിച്ച ചില മണ്ഡലത്തിൽ, ഇന്നലകളിൽ നിന്നെ ചതിച്ചു മാറ്റി നിർത്തിയ ചില മണ്ഡലത്തിൽ ഒരു പക്ഷേ ദൈവം ഇന്ന് നിന്നെ നിർത്താൻ പോകുക. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ആരെങ്കിലും എത്ര പേര് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല.
അവർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാം. ആമേ, ചില തിരഞ്ഞെടുപ്പ് ഈ ദിനങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്നലകളിൽ നിനക്ക് ആഗ്രഹിച്ച മണ്ഡലത്തിലൊന്നും നിനക്കൊരു നിലനിൽപ്പ് ഉണ്ടാകാതെ നിന്നെ ഒഴിവാക്കി മാറ്റി നിർത്തി അപവാദം പറഞ്ഞ് നിനക്ക് യോഗ്യത ഉണ്ടായിട്ടും ആ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിനക്ക് ഇരിക്കുവാൻ അല്ലെങ്കിൽ നിന്നെ നിർത്തുവാൻ കഴിയാത്ത ചില അനുഭവങ്ങളിൽ നിന്നെ പേര് ചൊല്ലി പ്രത്യേകം തെരഞ്ഞെടുത്ത് ഞറുക്കിട്ടതുപോലെ നിന്റെ നേരെ ഉന്നം വെച്ചുകൊണ്ട് നിന്റെ അവസരങ്ങൾ തള്ളിക്കളഞ്ഞ ചില മണ്ഡലത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നിന്നോട് സംസാരിക്കുകയാണ്. ചില തെരഞ്ഞെടുപ്പോടെ നിന്നെ ദൈവം ചില മണ്ഡലങ്ങളിൽ നിർത്താൻ പോവുകയാണ്. സ്തോത്രം. ഒരു പക്ഷേ മനുഷ്യൻ കാണുമ്പോൾ നിനക്കൊരു യോഗ്യതയില്ലായിരിക്കാം. ഒരു പക്ഷേ പ്രസ്ഥാനങ്ങൾ ഒരു പക്ഷേ നിന്റെ യോഗ്യതയെ കുറിച്ച് അവർക്ക് വലിയ നിശ്ചയമൊന്നുമില്ലായിരിക്കും. എന്നാൽ ദൈവം നിന്നിൽ കാണുന്ന ഒരു യോഗ്യതയ്ക്കനുസരിച്ച് ദൈവം നിന്നെ ഇന്ന് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ബെത്ലഹേമിൽ ഇശായിയുടെ അടുക്കൽ ശമൂവേലിനെ അയച്ചിട്ട് തൻ്റെ മക്കളിൽ സകലരെയും വിളിച്ചിട്ട് സ്തോത്രം ശമൂവേൽ പരിശോധിച്ചു. വീരന്മാരും ശൂരന്മാരും പരാക്രമശാലികളുമായ മക്കളെ എല്ലാവരെയും ഈശായി മുമ്പിലോട്ട് നിരത്തി നിർത്തിയിട്ട് ഇവരെല്ലാവരും യോഗ്യരാണ്, രാജാവായി മാറുവാൻ തക്കവണ്ണം ഇവർക്കെല്ലാം കഴിവുണ്ടെന്ന് പറഞ്ഞ് ഓരോരുത്തരെ സ്തോത്രം മുമ്പിലോട്ട് നിർത്തി വെച്ചിട്ട് ഇതെല്ലാം എൻ്റെ മക്കളാണ്, ഇവർക്കെല്ലാം രാജാവാകാനുള്ള യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞ്, എന്നാൽ അഭിഷേകം ചെയ്യപ്പെടേണ്ടവൻ, അഭിഷേകം പകർന്നു കൊടുക്കേണ്ടവൻ അവരെ പരിശോധിച്ചപ്പോൾ അവർക്ക് ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, എല്ലാമുണ്ട്, പൊക്കമുണ്ട്, വണ്ണമുണ്ട്, സൗന്ദര്യമുണ്ട്, സകലതുമുണ്ട്. പക്ഷേ അഭിഷേകം ചെയ്യപ്പെടുവാൻ ഇവൻ യോഗ്യരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുത്തു പറയാൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രൈസ് ദി ലോർഡ്, ദൈവം നിന്നെ നോക്കുമ്പോൾ നിന്നിൽ ഒന്നും ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്നിൽ ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഈ പ്രാപിച്ചു വെച്ചിരിക്കുന്ന യോഗ്യതകൾ ഒന്നും സ്തോത്രം നിന്നെ ഒരു നിയോഗ സ്ഥലത്തേക്ക് എത്തിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നൊരു കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പം നമ്മുടെ യോഗ്യതകൾ അല്ല, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അപ്പം മനുഷ്യൻ കണ്ടെത്തുന്ന യോഗ്യതകളൊന്നും ദൈവത്തിന് യോഗ്യതയായിട്ട് എണ്ണണമെന്നില്ല. ഇവിടെ യോഗ്യരായിട്ടുള്ളവരെ എല്ലാം ഈശായി മുമ്പിലേക്ക് നിരത്തി വെച്ചു. നിർത്തിയിട്ട് ഇവരെ എല്ലാം അഭിഷേകം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാളെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞപ്പോൾ ശമൂവേൽ ചോദിച്ചത് നിന്റെ മക്കൾ ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ഇവരെ ഒന്നും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല. ഇനി ആരെങ്കിലും നിന്റെ കൂട്ടത്തിലുണ്ടോ? നോക്കണം. തിരഞ്ഞെടുക്കപ്പെടേണ്ടവനെ മറച്ചു വെച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടാത്തവരെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം മനുഷ്യന്റെ പദ്ധതിക്ക് ദൈവത്തിൻ്റെ മറുപടി സ്തോത്രം, ഇതിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നീ കാണുന്ന യോഗ്യതകളൊക്കെ ഇവരിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവമാകുന്ന യഹോവയ്ക്ക് ഇവരിൽ ഉള്ള യോഗ്യതകളൊന്നും മതിയാകുന്നില്ല. എന്നാൽ യോഗ്യതയില്ലാത്ത ചിലരെ മാനുഷിക കണ്ണുകളിൽ ലോക പശ്ചാത്തലത്തിൽ ലോകത്തിൻ്റെ കമ്മിറ്റികളിൽ തീരുമാനങ്ങളിൽ സംഘടനകളിൽ യാതൊരു യോഗ്യതയും ഇല്ലാതെ എണ്ണി പുറത്തു കളയുന്ന സ്തോത്രം ചില പുറംകല്ലുകളെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് മൂലക്കല്ലാക്കുന്ന ഒരു ദിനമായി മാറുകയാണ്. ആമേൻ. ശമൂവേൽ ചോദിച്ചൊരു കാര്യമുണ്ട്, നിന്റെ മക്കൾ ഇത്രയേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ അതിന് ഈശായി മറുപടി പറഞ്ഞു, ഇല്ല, ഇളയ ഒരുവനുണ്ട്, അവന് വിദ്യാഭ്യാസമില്ല, അവന് പ്രായമായിട്ടില്ല, അവന് യാതൊരു വിധമാകുന്ന ബുദ്ധിയുമില്ല എന്ന് ഒരു പക്ഷേ സോദരൻ ഈശായി പറഞ്ഞിരിക്കാം. പക്ഷേ എങ്കിലും ശമൂവേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെ വരുത്തുക. അവൻ വരാതെ എനിക്ക് ഈ പന്തിയിലിരിപ്പാൻ കഴിയത്തില്ല. സോദരൻ, ഒന്നുണ്ട്, ദൈവം തിരഞ്ഞെടുത്തവനെ
നീ മാറ്റി നിർത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ ആത്മാവിന് നിന്റെ പന്തി മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ നിന്റെ വിഷയങ്ങളിൽ അല്ലെങ്കിൽ നിന്റെ പദ്ധതികളിൽ ദൈവത്തിൻ്റെ ആത്മാവിന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ നിന്ന് മാറി നിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചല്ലാതെ നിന്റെ ഒരു കമ്മിറ്റികളിലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യവും ഉണ്ടാകത്തില്ല. ദൈവം അതിൽ നിന്നെല്ലാം നിന്നെ തള്ളിക്കളയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെ ചർച്ചുകളിലെ പ്രധാനപ്പെട്ട പല ഫൗണ്ടേഷൻ പ്രസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന പലരെയും കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇലക്ഷൻ്റെ തലേ രാത്രി സ്വോത്രം പല ഫോണുകളും മണിക്കൂറുകൾ ബിസിയാണ്. എന്താണെന്നറിയാമോ? തങ്ങൾക്ക് വേണ്ടി വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളെ ആ സ്ഥാനത്തൊന്ന് ഇരുത്തണം, നിങ്ങൾക്ക് അത് ചെയ്തു തരാം, ഈ സെൻറ്ററിന് അത് ചെയ്തു തരാം, മറ്റേ സെൻറ്ററിന് അത് ചെയ്തു കൊടുക്കാം എന്നൊക്കെ വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഫോണുകൾ മണിക്കൂറുകൾ ബിസിയായിട്ട് സ്വോത്രം എലക്ഷൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് പല പൊസിഷനിലിരിക്കുന്നവരെ എനിക്കറിയാം. എന്നാൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നീ നിന്റെ ബുദ്ധി കൊണ്ടും നിന്റെ ഹൃദയത്തിൻ്റെ താല്പര്യം കൊണ്ടും മാത്രമാണ്, അല്ലെങ്കിൽ നീ പലരെയും ചതിച്ചുകൊണ്ടാണ് നിന്റെ കൂടെ നിന്ന പലരെയും നീ ഒറ്റിക്കൊടുത്തിട്ടാണ് നീ ആ മണ്ഡലത്തിൽ ഇരിക്കുന്നതെന്ന് നീ മറന്നു പോകണ്ട. ദൈവം നിന്നെ ആക്കി വച്ചിട്ടില്ല. ദൈവം നിന്നെ ആക്കി വച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു ഇലക്ഷന് നിൽക്കണ്ട, ഒരു രാത്രിയിൽ നിന്റെ ഫോൺ ബിസിയാക്കണ്ട. സ്തോത്രം. ശമൂവേലിനെ അയച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോ അരികിലേക്ക് ദൈവം അയക്കും, നിന്നെ തെരഞ്ഞെടുക്കും, നിന്നെ ദൈവം ഇരുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പുകൾ മനുഷ്യരായിട്ടുള്ളതല്ല, അത് ദൈവത്താൽ ഉള്ളതാണ്. ദൈവത്താൽ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നുവോ, ദൈവത്താൽ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ആര് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നുവോ, ദൈവത്താലുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമേ ഞാൻ നിന്നു കൊടുക്കത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനം ആരെടുക്കുന്നുവോ അവരെ ദൈവം നിശ്ചയമായും നീ നിന്റെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന മണ്ഡലത്തിൽ ഒരു പക്ഷേ ദൈവം ഇരുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അത് മാന്യമായിട്ടുള്ളതാണെങ്കിൽ, ദൈവഹിതമായിട്ടുള്ളതാണെങ്കിൽ 20-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അത് സാധിച്ചു തരുന്ന ഒരു ദൈവമാണ് യഹോവ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ സ്വത്ര പങ്കാളികളായിരിക്കുന്ന സ്വത്രം ഒന്നിനെയും ദൈവം കണ്ടിട്ടില്ല എന്ന് ശമൂവേലിലൂടെ അറിയപ്പെടുകയാണ്. ഈശായി അവസാനം ഒരു രക്ഷയില്ലാതെ ഇളയ മകനെ സ്വത്രം അവൻ്റെ അടുക്കിലേക്ക് അയച്ചു. അവനെക്കുറിച്ച് പറയുന്നു, സ്വത്രം അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും. പവിഴ നിറത്തിന് അവൻ്റെ ശരീരത്തിൻ്റെ നിറത്തെക്കുറിച്ച് പറയുന്നത് അവൻ്റെ പവിഴത്തിന് നിറമുള്ളവന്. സുനേത്രൻ എന്ന് പറഞ്ഞാൽ സുന്ദരമായ അല്ലെങ്കിൽ കണ്ണുകൾക്കുടമയാകുന്നു. അവൻ കോമള രൂപിയാകുന്നു. അവൻ സ്വോത്രം ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന ഒരു കോമളത്വമുള്ള ഒരു സൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക എന്ന് ശമൂവേലിനോട് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നിൽ പകരപ്പെടുന്ന ഒരു അഭിഷേകവും. ആമേൻ. അഭിഷേകം, ആമേൻ, സ്തോത്രം. ഒരുവന്റെ മേൽ ദൈവത്തിന് അയപ്പാൻ പദ്ധതി ഉണ്ടെങ്കിൽ അത് ആരൊക്കെ തടഞ്ഞാലും ശരി, അത് ആരൊക്കെ അതിന് സ്തോത്രം ഭംഗം വരുത്തുവാൻ ശ്രമിച്ചാലും ശരി, അതിനൊക്കെ എതിരായിട്ട് ആരൊക്കെ കമ്മിറ്റി കൂടിയാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ സകലവിധ പദ്ധതികളെയും മാനുഷികമാകുന്ന എതിർപ്പുകളെ എല്ലാം
തകർത്തുകൊണ്ട് ശക്തമായ തലത്തിൽ ഒരു അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചതിക്കപ്പെട്ട ഒരു അനുഭവത്തിൽ നീ നിൽക്കേണ്ട മണ്ഡലത്തിൽ നിന്നെ നിർത്താതെ ഇരുത്താതെ ഏതെങ്കിലും കമ്മിറ്റികൾ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. നീ മടുത്തു പോകണ്ട, നീ പ്രാർത്ഥനയ്ക്ക് മടുത്തു പോകണ്ട, നീ കാത്തിരിപ്പിന് മടുത്തു പോകണ്ട. ഒരു അഭിഷേകം നിന്റെ മേല് ഇന്ന് സ്വർഗത്തിലെ ദൈവം അയക്കാൻ പോകുകയാണ്. നീ ആഗ്രഹിച്ച മണ്ഡലത്തിൽ തന്നെ, ദൈവം നിയോഗിക്കപ്പെട്ട മണ്ഡലത്തിൽ തന്നെ നിന്നെ സ്വർഗത്തിലെ ദൈവം ഇരുത്തും. ഹല്ലേലൂയ. ദാവീദിനെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഏകനായി പാർപ്പിച്ച അപ്പൻ്റെ മുമ്പിൽ സ്വത്രം മരുഭൂമിയിലിരുന്ന് അപ്പൻ്റെ ആടുമാടുകളെ മേയ്ക്കുന്ന ദാവീദിൻ്റെ വെറും സ്വത്രം യോഗ്യതയെ പുച്ഛിച്ചുകൊണ്ട് നടന്ന സഹോദരങ്ങളുടെ നടുവിൽ വെച്ചുകൊണ്ട് ദൈവം അവനെ അഭിഷേകം ചെയ്ത് അവർക്ക് സകലർക്കും യജമാനനാക്കി, അവരെ ഭരിപ്പാൻ തക്കവണ്ണം യോഗ്യനാക്കി, രാജാവെന്ന പദവി കൊടുത്ത് ദാവീദിനെ ദൈവം മാനിപ്പാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവവേദലാണെങ്കിൽ നിന്നെ ദൈവം കണ്ടിരിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയശുദ്ധിയെ ഒരു പക്ഷേ മനുഷ്യന് തിരിച്ചറിയുവാൻ കഴിയത്തില്ല. അത് ദൈവം കാണുന്നുവെങ്കിൽ, നീ ഹൃദയശുദ്ധി ഉള്ളവനാണെങ്കിൽ, നീ ഹൃദയശുദ്ധി ഉള്ളവളാണെങ്കിൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിന്റെ മേൽ ഒരു അഭിഷേകം പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ആരൊക്കെ നിന്നെ തകർത്തു കളയാൻ ശ്രമിച്ചാലും, ആരൊക്കെ നിനക്കെതിരെ പദ്ധതികൾ ഇട്ടാലും ശരി, ആ പദ്ധതികളിലൊന്നും നീ തകർന്നു പോകത്തില്ല. കാരണം ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണ്. തിരഞ്ഞെടുപ്പിനുള്ള ഒരു ജീവിതാനുഭവം ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇപ്പോൾ നിന്നെ നിർത്തിയ മണ്ഡലമാണ്, ഇപ്പോൾ നീ അലങ്കരിച്ച പദവിയാണ് നിന്റെ ജീവിതത്തിലെ അവസാന പദവിയെന്ന് നീ ചിന്തിക്കേണ്ട. ഇനിയും അനവധി പദവികൾ ദൈവം നിനക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പക്ഷെ ഒന്നുണ്ട്, ആത്മാവ് നിന്റെ മേൽ വരുവാൻ തക്കവണ്ണം യോഗ്യരായി നിന്റെ ജീവിതത്തിൻ്റെ സഞ്ചാരം പിന്നെയും തുടരട്ടെ. വാക്കുകൾ ഒരുപക്ഷെ, നോട്ടങ്ങൾ ഒരുപക്ഷെ, പ്രവൃത്തികൾ ഒരുപക്ഷെ നിന്നെ തകർക്കുവാൻ തക്കവണ്ണം അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങൾ നിന്നെ ഉന്നം വയ്ക്കുമ്പോൾ ഒന്ന് നീ ഉറപ്പിച്ചു കൊള്ളണം. എന്നെ അഭിഷേകം ചെയ്ത ഒരു ദൈവമുണ്ട്. അവൻ എൻ്റെ നാവിനെ കടിഞ്ഞാനിടുന്നു, അവൻ എൻ്റെ കണ്ണിനെ കടിഞ്ഞാനിടുന്നു, അവൻ എൻ്റെ സംസാരത്തെ, പ്രവൃത്തിയെ, ചിന്തകളെ സകലത്തിനെയും കടിഞ്ഞാനിടുന്നു. ആ കടിഞ്ഞാണിനൊത്തവണ്ണം ഞാൻ മുമ്പോട്ട് പോകും. ആ കടിഞ്ഞാണിനെ അനുസരിച്ച് മാത്രമേ ഞാൻ മുമ്പോട്ട് പോകൂ. കാരണം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട പൈതലാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തിരഞ്ഞെടുക്കാത്തവർ ആരെങ്കിലും പദവികൾ അലങ്കരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നീ ഇരിക്കുന്ന മണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് സ്വത്രം നീ പുഞ്ചിരിക്കുന്നുവെങ്കിൽ, സ്വത്രം ആ പുഞ്ചിരി മാറുന്ന ഒരു ദിനം വരാൻ പോകുകയാണ്. നിന്നെ തള്ളിയിടുന്നൊരു ദിനം വരാൻ പോകുകയാണ്. നിന്നെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നൊരു ദിനം വരാൻ പോകുകയാണ്. അതുകൊണ്ട് ദിനങ്ങളിൽ ദൈവത്തോട് പറ്റിയിരുന്നു കൊണ്ട്, വിടുതൽ പ്രാപിച്ചുകൊണ്ട്, ദൈവസ്നേഹം പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് നീ മുന്നേറുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ അവസരത്തിൽ ഇത്രത്തോളം സംസാരിപ്പാൻ ദൈവം നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം പാസ്റ്റർ സാബു അഞ്ചൽ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.